അങ്ങനെ അമ്മ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഗിരി മഞ്ജുവിനോട് വഴക്കിടുവാണ്. മഞ്ജുവിനെ തല്ലാനായിട്ട് ഗിരി കൈയൊങ്ങുമായിരിക്കും. പെട്ടെന്ന് പേടിച്ചു പോയ മഞ്ജു ബോധം പോയി ഗിരിയുടെ മേത്തേക്ക് തന്നെ വീഴുവാണ്. അങ്ങനെ ഇത് കാണുമ്പോൾ ഗിരി വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. ഗിരി അങ്ങനെ മഞ്ജുവിനെ വിളിച്ചെണീപ്പിക്കുവാണ്. പിന്നീട് കൂടുതലൊന്നും പറഞ്ഞ് മഞ്ജുവിനെ ഗിരി വിഷമിപ്പിക്കുന്നില്ല. പിന്നീട് അടുത്ത ദിവസം രാവിലെ കുളി കഴിഞ്ഞെത്തുന്ന മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. അന്നേരം ഗിരി മഞ്ജുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. പെട്ടെന്നാണ് പുറത്തുനിന്ന് അമ്മ ഗിരി എന്നും പറഞ്ഞ് അലറി വിളിക്കുന്നത്. അങ്ങനെ ശബ്ദം കേട്ട് ഗിരിയും മഞ്ജുവും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാണ്. അപ്പം കാണുന്നത് വീടിൻ്റെ മുറ്റത്ത് സ്റ്റെപ്പിൽ നിന്നും വീണ് താഴെ കിടക്കുന്ന അമ്മേനെയാണ്. അങ്ങനെ ഗിരി ഓടിപ്പോയി ഭാനുമതിനെ താങ്ങിയെടുക്കാൻ ശ്രമിക്കുവാണ്. ഈ സമയം സഹായിക്കാനായിട്ട് മഞ്ജുവും അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ മഞ്ജു ഭാനുമതിനെ പിടിക്കുമ്പോഴേക്കും ഭാനു മഞ്ജുവിനെ തടഞ്ഞുകൊണ്ട് പറയണേ, വേണ്ട, നീ എന്നെ തൊടണ്ട. ഗിരി അങ്ങനെ അമ്മയും കൊണ്ട് അകത്തേക്ക് റൂമിലേക്ക് കൊണ്ടുപോകുവാണ്. കാലിന് നല്ല വേദനയുണ്ടെന്ന് ഭാനുമതി ഗിരിയോട് പറയുവാണ് കേട്ടോ. ഈ സമയം മഞ്ജു കാലിലിങ്ങനെ ചൂട് പിടിക്കാനായിട്ട് വെള്ളം ചൂടാക്കി കൊണ്ടുവരുന്നുണ്ട്. മഞ്ജു അങ്ങനെ ഭാനുമതിയുടെ കാല് ചൂട് വെക്കാൻ വേണ്ടി വരുമായിരിക്കും. അന്നേരം ഭാനുമതി മഞ്ജുവിനെ തടഞ്ഞുകൊണ്ട് പറയണേ, വേണ്ട, നീ എൻ്റെ ദേഹത്ത് തൊടണ്ട, എനിക്കത് ഇഷ്ടമല്ല. അന്നേരം മഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം വാങ്ങിച്ചിട്ട് ഗിരി തന്നെ അമ്മയുടെ കാലിൽ ചൂട് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം മഞ്ജു ചോദിക്കണേ, അമ്മേ, രാവിലത്തേക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അത് കേൾക്കുമ്പോൾ ഗിരി പറയണേ, അമ്മ വീണ് കിടക്കുന്നത് നീ കണ്ടില്ലേ? ഈ അവസ്ഥയിലും അമ്മ തന്നെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരണോ? അന്നേരം മഞ്ജു പറയണേ, അയ്യോ അത് വേണ്ട, ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്നോട് അടുക്കളയിൽ കയറരുതെന്നാണല്ലോ അമ്മ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ സമയം ഭാനുമതി ഒന്നും മിട്ടുന്നില്ല കേട്ടോ. അന്നേരം ഗിരി പറയണ, എന്താണെങ്കിലും അമ്മയ്ക്കിപ്പോൾ തീരെ വയ്യല്ലോ, കാലനക്കാൻ പോലും പറ്റുന്നില്ല, അതുകൊണ്ട് ഇന്ന് ഭക്ഷണം നീ തന്നെ ഉണ്ടാക്കിക്കോ. ഗിരി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ സന്തോഷത്തോടെ മഞ്ജു അടുക്കളയിലൊക്കെ പോയി പാചകം ചെയ്ത് തുടങ്ങുവാണ്. അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മഞ്ജു രുചിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഈ കറികളുടെയൊക്കെ മണം റൂം വരെ എത്തുവാണ് കേട്ടോ. ആ കറികളുടെയൊക്കെ മണം ഗിരിക്കും ഭാനുമതി അമ്മയ്ക്കും ഒക്കെ കിട്ടുന്നുണ്ട്. രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭാനുമതി അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല. പിന്നീട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. ഈ സമയം മഞ്ജു കണ്ണാടിയിൽ ഒരു ചെറിയ നോട്ട് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ മഞ്ജു ഇങ്ങനെ എഴുതി വെക്കുക, ആഹാരം കഴിച്ചിട്ട് അഭിപ്രായം പറയണേന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അതോടെ കണ്ണാടിയിൽ സ്റ്റിക്ക് ചെയ്യുവാണ്. അങ്ങനെ മഞ്ജു അവിടെ നിന്നും പോകുവാണ്. പിന്നീട് റൂമിൽ നിന്ന് ഡ്രസ്സ് മാറുന്ന ഗിരിനെയാണ് കാണിക്കുന്നത്. ഈ സമയത്തായിരിക്കും കണ്ണാടിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ ഗിരിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ ഗിരി ചെന്ന് അത് വായിച്ചു നോക്കുകയാണ്. അത് വായിച്ചിട്ട് ചിരിച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്ന ഗിരിയെയും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.